ടി കെ രാജ്മോഹൻ ആരാണ് നസീറിന് പിന്നിലുള്ള മുഖ്യ കണ്ണികൾ ഇപ്പോൾ NIA-യുടെ ഈ കണ്ടെത്തലിനെ കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ NIA ഇപ്പോഴും ഈ പ്രിസൺ റാഡിക്കലൈസേഷൻ കേസ്, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ LETയും അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബയും അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, പല ആൾക്കാരും ജയിലിലുണ്ട്. ആ ജയിലിനകത്ത് വെച്ച് അവർ റാഡിക്കലൈസേഷന് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കേസാണ് NIA ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 2023. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചാർജ് ഷീറ്റും NIA കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പല കേസിലും പല തീവ്രവാദികളും ഇന്ത്യയിലെ പല ജയിലിനകത്തും ഉണ്ടെങ്കിലും അവർ വളരെ ആക്റ്റീവായിട്ട് അവരുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച്, പല സ്ലീപ്പർ സെൽസുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് അതിന് ഇത് ലൈവായി നിർത്തുകയാണ്. ഈ തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ലൈവായി നിർത്തിയിട്ട് ഇത് കുറെ കൂടി വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജയിലിനകത്തായാലും ശരി, ജയിലിന് പുറത്തായാലും ശരി, ഈ ആക്ടിവിറ്റി നടത്തുന്ന ആൾക്കാർ അവർ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ജയിലിനകത്ത് റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ ഉള്ളതാണ്. ആ ഇൻഫർമേഷനെ ശരിക്കും അവിടെ ഈ ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ജയിലിനകത്ത് പല കോണ്ടാക്ട്സ് ഉണ്ടാകുന്നത്, അവരെ പല സമയങ്ങളിലും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ വല്ല പുറത്തുള്ള ആൾക്കാരെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ റാഡിക്കലൈസേഷന്റെ എല്ലാ ആക്ടിവിറ്റിയും അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ സംശയങ്ങൾ ജയിലിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്ത സമയത്താണ് ഇപ്പോഴും വന്ന് ഈ 3 ആളെ അറസ്റ്റ് ചെയ്തതും ചാർജ് ഷീറ്റ് ചെയ്തതും. ഇപ്പോൾ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലാണല്ലോ ശിക്ഷ അനുഭവിച്ചു വരുന്നത് തടിയന്റെ നസീർ. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിന്റെ അതിന്റെ ഒരു ഗതി എങ്ങോട്ടാണ്? ഇരട്ട സ്ഫോടന കേസിൽ, കോഴിക്കോട്ടെ സ്ഫോടന കേസിൽ തടിയന്റെ നസീറിനെ വെറുതെ വിട്ടതാണ്. ആ സമയത്ത് തടിയന്റെ നസീറിനെ വെറുതെ വിട്ട സമയത്ത് കുറേയേറെ സംഘടനകൾ പറഞ്ഞിരുന്നു ഇവിടെ വേട്ടയാടുകയായിരുന്നു എന്നൊക്കെ. പക്ഷേ NIA ഇക്കാര്യത്തിൽ ഒരു അപ്പീൽ നൽകിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഗതി എന്താണ് ഇപ്പോൾ? തീർച്ചയായിട്ടും. കാരണം ആ കേസിൽ ഇപ്പം ഇരട്ട സ്ഫോടനം, കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ അന്ന് പ്രതി ചേർത്തതിന് ശേഷം കോടതി ഹാജരാക്കി, കോടതി ട്രയൽ കോർട്ട്, സെഷൻസ് കോർട്ട് അവരെ കൺവിക്ട് ചെയ്തു. 3 ഇരട്ട ജീവപര്യന്തം അല്ല, 3 ജീവപര്യന്താണ് ഈ തടിയൻ നസീറിനും മറ്റേ ഷഫാസിനും കൊടുത്തിരിക്കുന്നത്. അത് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അതിലെ എവിഡൻസ് വളരെ ലിമിറ്റഡ് എവിഡൻസ് ആണ്. കാരണം ഒരു എപ്രൂവർ എവിഡൻസ് ആണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ എപ്രൂവർ എവിഡൻസ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റില്ല. പിന്നെ കറസ്പോണ്ടിങ് എവിഡൻസ് ഒരുപാട് ഡിലേ ആയതുകൊണ്ട്, സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടാണ് NIA കേസായിട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഡിലേയും കൂടി പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ആ കേസ് വിട്ടുപോയത്. പക്ഷെ ആ കേസിലേക്ക് ഇപ്പോഴും സുപ്രീം കോടതിയിൽ NIA അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. ആ അപ്പീൽ ലൈവായി നിൽക്കുകയാണ്. അപ്പോൾ ഇൻ ടോട്ടോ പറയാഞ്ഞാൽ ആ കേസിന്റെ കൺവിക്ഷൻ അതുപോലെ കിടക്കുകയാണ്. കൂടാതെ ഇപ്പോഴും അതേ സമയത്താണ് ഈ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ, പിന്നെ ഈ കളമശ്ശേരി തീവപ്പ് കേസിൽ, പിന്നെ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിലൊക്കെ തടിയൻ നസീറും ഈ ഗ്യാങ് സെയിം ഗ്യാങ് ആണ്. ഈ സെയിം കണ്ണൂരായി ബന്ധപ്പെട്ട ഗ്യാങ് ആണ് അതിന്റെ പതിലുള്ളത്. അവർ ശരിക്കും നസീർ ആണെങ്കിൽ, തടിയൻ നസീർ LETയുടെ കമാൻഡറായിരുന്നു, സൗത്ത് സോൺ കമാൻഡറാണ്. ആ പദവി അയാൾ വഹിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ഇവിടെ പല ആൾക്കാരെയും ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് പല ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ കശ്മീരിൽ കൊണ്ടുപോയിട്ട് അത് ഈ നമ്മളെ ബോർഡർ ക്രോസ് ചെയ്ത് കശ്മീരിലേക്ക് നടത്തിയതിനു ശേഷം, ആസാദ് കാശ്മീരിൽ ഇവരുടെ LET സെന്ററിൽ ട്രെയിനിങ് നടത്തിയതിനു ശേഷം അവർ തിരിച്ചു വന്ന് കേരളത്തിലും കൂടി തീവ്രവാദത്തിന്റെ കേരള, കർണാടക, തമിഴ്നാട് ഏരിയയിൽ തീവ്രവാദം ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലോട്ടാണ് കശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്. അവർ ക്രോസ് ചെയ്യുമ്പോഴാണ് വെടിയേറ്റിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെയും കശ്മീർ പോലീസിന്റെയും കമ്പൈൻഡ് ഓപ്പറേഷനിൽ അവർ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴാണ് അവർ വെടിയേറ്റ് മരിച്ചതും. 4 ആൾക്കാർ മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു വന്നു. ഫർദർ ആയിട്ട് ആ കേസ് NIA ടേക്ക് ഓവർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് അവർക്ക് ഈ നസീറിന് അടക്കമുള്ള എല്ലാ ആൾക്കാർക്കും 2 ജീവപര്യന്തം കൊടുത്തിരിക്കുകയാണ് ആ കേസിൽ. ആ കേസിന്റെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ട്രയലുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിൽ ഈ തടിയൻ നസീർ മെയിൻ അക്യൂസ്ഡ് ആണ്. അങ്ങേരാണ് ഇവിടുന്ന് സാധനങ്ങളെ കളക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതും എവിടെയൊക്കെ ആക്ടിവിറ്റി ചെയ്തതും എന്താ കോൺസ്പിറസി ചെയ്തതൊക്കെ അന്ന് പ്രൂവ് ചെയ്ത് അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ ട്രയൽ നടക്കുകയാണ്. ആ ട്രയലുമായി ബന്ധപ്പെട്ടാണ് പരപ്പന ജയിലിൽ ഈ അക്യൂസ്ഡ് അവിടെയാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഈ അക്യൂസ്ഡ്, അതായത് നസീറും അവരാൾക്കാരും ഈ കേരളത്തിലെ ജയിലുണ്ടാകുമ്പോഴും പരപ്പനഹാര ജയിലുണ്ടാകുമ്പോഴൊക്കെ പല സമയത്തും അവർ പല ആക്ടിവിറ്റീസും അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ പല
പല മൂവ്മെന്റ്സ് നടത്തിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ പോലീസ് NIAക്ക് അറിയാം, എല്ലാ ഏജൻസിക്ക് അറിയാം. പക്ഷെ അവരുടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എവിഡൻസ് കൊണ്ടുവന്ന് മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എവിഡൻസ് വന്ന സമയത്താണ് NIA ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 2023 കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിന് അന്വേഷണം നടക്കുന്ന സമയത്താണ് ഇപ്പോഴും അറസ്റ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ LET അങ്ങനെ ഒരു 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 ലഷ്കർ-ഇ-തോയ്ബയായ ആക്ടിവിറ്റി ഇന്ത്യക്കകത്ത് വേറെ പല പല മറ്റ് കവർ സംഘടനകൾ, ഒരുപാട് കവർ സംഘടനകളുണ്ട് ഇതിന്റെ പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ മുജാഹിദായിരുന്നു പണ്ട്, അതിന് മുമ്പ് സിമി ആയിരുന്നു, സിമി ഇന്ത്യൻ മുജാഹിദായി, ഇന്ത്യൻ മുജാഹിദ് LET ആയി, അതിനുശേഷം പിന്നെ ലഷ്കർ-ഇ-തോയ്ബ വന്നതിന് ശേഷം ഹുജി വന്ന്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി നടത്തിക്കൊണ്ട് പല ഓർഗനൈസേഷനും അവർ കവർ ഓർഗനൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും സൗത്ത് ഇന്ത്യയിലത്തെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള സ്ലീപ്പർ സെൽസുകളും ഒരുപാട് വളരെ വളരെ സ്ലീപ്പായി കിടക്കുകയാണ്. ചില സമയം ആക്റ്റീവ് ആവും, അങ്ങനെ ആൾക്കാരും ഉണ്ടാവും. അതിൽ തന്നെ പല ആൾക്കാരും കമ്മിറ്റ്മെന്റ് കൊണ്ട് സ്ലീപ്പർ സെല്ലാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിനോട് താല്പര്യം കൊണ്ട് സ്ലീപ്പർ സെല്ലാവും. മറ്റേ അതൊക്കെ തന്നെ വളരെ സ്ലീപ്പ് ചെയ്ത് കിടക്കുന്ന സാധനം ചില സമയം ആക്റ്റീവ് ആവും. അങ്ങനെ ആക്റ്റീവ് ആവുന്ന തരത്തിൽ വന്നതാണ് ഇപ്പോഴും നമ്മൾ കണ്ടത് കോലാറിലെ ഈ പിന്നെ ഡോക്ടറാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേര് ജയിലിനകത്ത് സൈക്കോളജിസ്റ്റാണ്. അപ്പൊ അങ്ങേര് ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ലീപ്പർ സെൽ മാതിരി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അയാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ എസ്കോർട്ട് കൊണ്ടുപോകുന്ന പോലീസുകാരനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട 1-2 ആൾക്കാർ വേറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലേഡീസിനടക്കം. അപ്പോൾ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്ത എവിഡൻസുകളോട് വെച്ചിട്ടാണ് ഇപ്പൊ UAPA പ്രകാരവും BNS പ്രകാരവും ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പോലീസ് ഏജൻസി അല്ലെങ്കിൽ NIA ആയാലും സംസ്ഥാന പോലീസ് ആയാലും തീവ്രവാദ കേസിൽ ഇത്ര ബുദ്ധിമുട്ടി എവിഡൻസ് കളക്ട് ചെയ്ത്, കാരണം തീവ്രവാദ കേസിൽ ഡയറക്റ്റ് എവിഡൻസ് വളരെ കുറവാണ്. ഡയറക്റ്റ് എവിഡൻസ് കുറവായ സ്ഥലത്ത് സയന്റിഫിക് എവിഡൻസും ബാക്കി സാഹചര്യ തെളിവുകളും വെച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുക. അങ്ങനെയുള്ള കേസ് നമ്മൾ കൺവിക്ഷൻ ആയി കഴിഞ്ഞാലും ഈ ജയിലിനകത്ത് അയച്ചു കഴിഞ്ഞാലും അവിടെയും ഇവർ ഈ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിലെ സംവിധാനങ്ങൾ അത്ര പര്യാപ്തമല്ല, അവിടെ അണ്ടർ സ്റ്റാഫാണ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവർക്കും. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പം ഈ ജയിലിനകത്ത് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല സ്ലീപ്പർ സെൽസായി കിടക്കുന്നുണ്ടെന്ന കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ TK രാജ്മോഹൻ.